കോഴിക്കോട് എലത്തൂർ HPCL ഡിപ്പോയിലെ ഇന്ധന ചോർച്ചയ്ക്ക് പരിഹാരമായില്ല. ചോർച്ച പരിഹരിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കാൻ ടാങ്കിലെ ഇന്ധനം പൂർണ്ണമായും മാറ്റും. സംഭവത്തിൽ HPCLന് വീഴ്ച സംഭവിച്ചുവെന്ന് ഡെപ്യൂട്ടി കളക്ടർ ഇ അനിതകുമാരി പറഞ്ഞു. അതന്നെ ഓവർഫ്ലോ വന്നിട്ടുണ്ടെന്നും അത് ഇങ്ങനെ മറ്റു പുറത്തേക്ക് പോയിട്ടുള്ളതായും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. HPന്റെ കയ്യിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും നമുക്ക് ഉറപ്പാണ്. ആ വീഴ്ചയെ പറ്റിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് പരിഹരിക്കേണ്ടതെന്നും കൂടെയാണല്ലോ ഒപ്പം നോക്കുന്നത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഇത്രയും മണിക്കൂറുകളായിട്ടും എന്താണ് ചോർച്ചയ്ക്ക് കാരണം? എങ്ങനെയാണ് ഇത്രയും ഇന്ധനം പുറത്തേക്ക് വന്നത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ആ ചോർച്ച നിലയ്ക്കുന്നുമില്ല. എന്താണ് HPCLന് പറയാനുള്ളത്? വിജയകുമാർ, കൃത്യമായി ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ കലക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് 2:30-ക്കാണ് കലക്ടർ വിളിച്ച ഈ ഒരു യോഗമുള്ളത്. ഇതിൽ കമ്പനി അധികൃതരും ഇപ്പോൾ അവിടെ പരിശോധന നടത്തിയ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ആ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ഈ കമ്പനി എന്താണ് അവിടെ സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം നൽകുക. നിലവിൽ അവിടെ പരിശോധന നടത്തിയ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായ കാര്യം വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് അവർ പറയുന്ന ഒരു കാര്യം എന്നത് കമ്പനി അധികൃതർ അറിയിച്ചത് ഓവർഫ്ലോ ഉണ്ടായി. ഈ ഓവർഫ്ലോ ഉണ്ടാവുന്നത് മനസ്സിലാക്കാനുള്ള അലാറം സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചില്ല എന്നതാണ് കമ്പനി അധികൃതർ അവിടെ പരിശോധന നടത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. പക്ഷേ അതേസമയം ഇപ്പോഴും ചെറിയ രീതിയിൽ അവിടെ ചോർച്ച അല്ലെങ്കിൽ പുറത്തേക്ക് ഈ ഓടകളിലൂടെയെല്ലാം ഇന്ധനം ഒഴുകുന്ന കാഴ്ച നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. അതുതന്നെയാണ് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് ഇടയാക്കുന്നതും. അവർ ആവശ്യപ്പെടുന്നത് കലക്ടർ നേരിട്ടെത്തി ഈ പ്രശ്നത്തിന് ഒരു അടിയന്തര പരിഹാരം വേണം എന്നത് തന്നെയാണ്. അവിടുത്തുകാർ വളരെ കാലമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ജനവാസ മേഖലയാണ് ഈ പ്രദേശം. അവിടെ നിന്നും ഈ ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പോ മാറ്റി സ്ഥാപിക്കണം എന്നൊരു ആവശ്യമാണ് ഇവർ നിരന്തരം മുന്നോട്ട് വെക്കുന്നത്. അക്കാര്യം തന്നെയാണ് ഇന്നും അവിടെ പ്രതിഷേധത്തിനിടെ ഈ പ്രദേശവാസികളെല്ലാം ഉന്നയിക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് സ്ഥലം MLA-യും മന്ത്രിയുമായ AK ശശീന്ദ്രൻ അവിടെ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം ജനങ്ങളുമായി സംസാരിക്കും, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തുതന്നെയായും 2:30-ക്ക് കലക്ടർ വിളിച്ച യോഗത്തിൽ ഈ കമ്പനി അധികൃതർ നൽകുന്ന റിപ്പോർട്ട് എന്തായിരിക്കും എന്നത് തന്നെയാണ് ഈ കാര്യത്തിൽ പ്രധാനം. വിജയകുമാർ. യെസ്, HPCLന് വീഴ്ച പറ്റി എന്നാണ് ഡെപ്യൂട്ടി കളക്ടർ നേരത്തെ അറിയിച്ചത്. കളക്ടർ അവിടെ 2:30-ക്ക് എത്തുന്നുണ്ട്. ഒരു യോഗത്തിൽ കളക്ടർ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിൽ HPCL എന്താണ് വിശദീകരിക്കാൻ പോകുന്നത് എന്നാണ് അറിയേണ്ടത്. വീഴ്ച പറ്റിയത് എവിടെ എന്ന് ആ ഘട്ടത്തിലെങ്കിലും HPCL പറയുമോ എന്ന് നമുക്ക് നോക്കാം. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്.